السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാ ദിവസത്തിന്റെ പ്രാധാന്യത്തെ പരാമർശിച്ചുകൊണ്ട് ഒരവസരത്തിൽ പറയുകയുണ്ടായി, ഈ ദിവസം അത്തരത്തിലുള്ള ഒരു നിമിഷം വരുന്നു, അതിൽ ഒരു മുസൽമാൻ ആ സമയം പ്രാപിച്ചു കഴിഞ്ഞാൽ അയാൾ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ എന്താണോ ദുആ ചെയ്യുന്നത് അത് സ്വീകരിക്കപ്പെടുന്നതാണ്. അല്ലെങ്കിൽ എന്തൊരു നന്മയും നല്ല കാര്യവുമാണോ ചോദിക്കുന്നത് അള്ളാഹു അത് അയാൾക്ക് നൽകുന്നതാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ചില ആളുകൾ ഈ കാര്യവും പറയുന്നു, ജുമാ ദിവസത്തെ ഖുതുബ നമസ്കാരത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് ആ സമയത്തിൽ ഇതും ഉൾക്കൊള്ളും. ഏതൊന്നിലാണോ ആ നിമിഷം മനുഷ്യന് ലഭിക്കുന്നത്. ഏതായിരുന്നാലും ജുമാ ദിവസത്തിന് പ്രത്യേകമായ ഒരു പ്രാധാന്യമാണിത്. അങ്ങേയറ്റത്തെ നിർബന്ധിതാവസ്ഥ ഒഴികെ എല്ലാ ബുദ്ധിയുള്ള പ്രായപൂർത്തിയായ പുരുഷന്മാരും അത് അനുഷ്ഠിക്കേണ്ടത് നിർബന്ധമായി നിശ്ചയിച്ചിരിക്കുന്നു. നമസ്കാരത്തിൽ എല്ലാവരും തന്നെ തങ്ങളുടെ ചിന്തയും ആവശ്യവും അനുസരിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. ചിലർ അത്തരക്കാരും ഉണ്ട്. അവർ നമസ്കരിക്കാറുണ്ട്, എന്നാൽ അവരിൽ പ്രത്യേകമായി ദുആ ചെയ്യാനുള്ള താല്പര്യമുണ്ടാകാറില്ല. നമസ്കരിച്ചു, നമസ്കാരത്തിലെ വാക്കുകൾ ഉച്ചരിച്ചു, അത് മതിയായതായി മനസ്സിലാക്കുന്നു. അവർക്ക് ദുആയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയുകയില്ല. അതുകൊണ്ട് ഇന്ന് ഈ റമദാനിലെ അവസാനത്തെ ജുമായിൽ ഞാൻ വിചാരിക്കുകയുണ്ടായി ചില ദുആകൾ ചൊല്ലാം. അങ്ങനെ ആർക്കാണോ കൂടുതൽ ചിന്തയില്ലാത്തത് അവരും മനസ്സിലാക്കുന്നതിന് വേണ്ടി ദുആ എന്താണ് എന്ന് ജമാഅത്തി ആയ നിലയിൽ നാം അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നമ്മുടെ ദുആകളും മർത്ഥനകളും സമർപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ നമസ്കാരത്തിൽ പൊതുവായ നിലയിൽ ഈ ദുആകൾ സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടിയും ദുആ ചെയ്യുക. ഈ ദുആകളിൽ വിശുദ്ധ ഖുർആനിലെ ചില ദുആകൾ ഞാൻ എടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ദുആകളുണ്ട്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില ദുആകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവിലുള്ള മറ്റു ചില ദുആകളും ഉണ്ട്. ചില വിശുദ്ധ ഖുർആനും സുന്നത്തിലെ ദുആകളും ഞാൻ ചൊല്ലുമ്പോൾ ആർക്കാണോ അത് ഓർമ്മയുള്ളത് അവർ ഹൃദയത്തിൽ ഏറ്റുചൊല്ലുക. അല്ലെങ്കിൽ എന്നോടൊപ്പം ആർക്കാണോ ഹൃദയത്തിൽ ഏറ്റുചൊല്ലാൻ സാധിക്കുക അവർ നിശ്ചയമായും ഏറ്റുചൊല്ലുക.
ഹൃദയത്തിൽ ആമീൻ എന്ന് പറയുക. അള്ളാഹു നമ്മുടെ ദുആകൾ സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹില്ലദീ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലി മുഹമ്മദിൻ. വിശുദ്ധ ഖുർആനിലെ ദുആകളാണ് ആദ്യത്തേത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഞങ്ങളുടെ നാഥ, ഐഹിക ജീവിതത്തിൽ ഞങ്ങൾക്ക് നന്മ നൽകണമേ, പാരത്രിക ജീവിതത്തിലും നന്മ നൽകണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. റബ്ബനാ അഫ്രിഗ അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. ഞങ്ങളുടെ നാഥ, നീ ഞങ്ങൾക്ക് സ്ഥിരചിത്തത പ്രദാനം ചെയ്യണമേ, മുസൽമാന്മാരാക്കിക്കൊണ്ട് ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാഇ തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിറിനാ വആയതൻ മിൻക വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ. ഞങ്ങളുടെ നാഥനായ അല്ലാഹുവേ, ഞങ്ങൾക്ക് ആകാശത്ത് നിന്നൊരു ഭക്ഷണത്തളി ഇറക്കി തന്നാലും അത് ഞങ്ങളുടെ മുൻഗാമികൾക്കും പിൻഗാമികൾക്കും ഉത്സവവും നിന്നിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായിരിക്കണം. നീ ഞങ്ങൾക്ക് ആഹാരം നൽകണമേ, നീ ആഹാരം നൽകുന്നവരിൽ അത്യുന്നതനാണല്ലോ. റബ്ബനാ ഇന്നനാ സമീനാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ. റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. ഞങ്ങളുടെ നാഥ, സത്യവിശ്വാസത്തിലേക്ക് ഞങ്ങളെ വിളിക്കുന്ന ഒരാളുടെ വിളി ഞങ്ങൾ കേട്ടു. നിങ്ങളുടെ നാഥനെ വിശ്വസിക്കുക എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നു. അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങളുടെ രക്ഷിതാവേ, അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരികയും ഞങ്ങളുടെ തിന്മകളെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയുകയും സുഹൃതവാന്മാരുടെ കൂടെ അവരിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണമേ. റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വതബഅനാ റസൂല ഫക്തുബ്നാ മഅ ഷാഹിദീൻ. ഞങ്ങളുടെ നാഥ, നീ അവതരിപ്പിച്ചതിൽ ഞങ്ങൾ വിശ്വസിച്ചു. ഈ ദൂതനെ ഞങ്ങൾ പിന്തുടരുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ സാക്ഷ്യം വഹിക്കപ്പെടുന്നവരോടൊപ്പം ഞങ്ങളുടെ പേരും നീ രേഖപ്പെടുത്തണമേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളെ നേർവഴിയിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയരുത്. നീ ഞങ്ങൾക്ക് നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം പ്രദാനം ചെയ്യണമേ. നിശ്ചയമായും നീ തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹദാതാവ്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. എന്റെ നാഥ, നീ എനിക്ക് നിന്റെ പക്കൽ നിന്ന് പരിശുദ്ധരായ സന്തതികളെ പ്രദാനം ചെയ്യണമേ. തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവൻ തന്നെയാണല്ലോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് പരമസംതൃപ്തി പ്രദാനം ചെയ്യണമേ. ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് ഞങ്ങളെ അനുകരണ യോഗ്യരാക്കി തീർക്കണമേ. റബ്ബി ഔസിനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർസാഹു വഅസ്ലിഹ് ലി ഫി ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. എന്റെ നാഥ, നീ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും എനിക്ക് കഴിവും പ്രേരണയും പ്രദാനം ചെയ്യണമേ. എന്റെ സന്തതികളിൽ നിന്ന് നീ എനിക്ക് നന്മയുണ്ടാക്കണമേ. ഞാൻ നിന്നിലേക്ക് തീർച്ചയായും മടങ്ങുന്നു. ഞാൻ നിന്നെ പരിപൂർണമായി അനുസരിക്കുന്നവരിൽപ്പെട്ടവനാണ്.
रब्बे हबली मिन सालिहीन എന്റെ നാഥ, എന്റെ നീ സാലിഹീങ്ങളിൽ നിന്ന് എനിക്ക് അനന്തരാവകാശികളെ നൽകിയാലും. रब्बे इन्नी लिमा अंज़लता इलय्या मिन खैरिन फ़क़ीर എന്റെ നാഥ, നീ എനിക്ക് ഇറക്കിത്തരുന്ന ഗുണകരമായ ഏതൊന്നിനും ഞാൻ ആവശ്യക്കാരനാണ്. അതിനുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. रब्बे औज़िनी अन अश्कुरा निअमतक अल्लती अनअमत अलय्या व अला वालिदैया व अन आमल सालिहन तर्ज़ाहु व अदखिलनी बिरहमतिका फ़ी इबादिक सालिहीन. എന്റെ നാഥ, നീ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കാനും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും എന്നെ അനുഗ്രഹിക്കുകയും നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ സദ്വൃത്തരായ ദാസരിൽ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. रब्बे आऊज़ु बिका मिन हमज़ाति शयातीन व आऊज़ु बिका रब्बे अन यहज़ुरून. എന്റെ നാഥ, അതിക്രമകാരികളായ ആളുകളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. എന്റെ നാഥ, അവർ ആ പിശാചുക്കൾ എന്റെ അടുക്കൽ വരുന്നതിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. रब्बे ज़िदनी इल्मा. എന്റെ നാഥ, എന്റെ ജ്ഞാനം എനിക്ക് വർദ്ധിപ്പിച്ചു നൽകണമേ. रब्बी इश्रह ली सदरी व यस्सिर ली अमरी वहलुल उक़दतम मिन लिसानी യഫ്ഖഹു ഖൗലി. എന്റെ നാഥ, നീ എനിക്ക് എന്റെ ഹൃദയത്തെ വികസിപ്പിച്ചു തരണമേ. എന്റെ കാര്യം എനിക്ക് എളുപ്പമാക്കി തരണമേ. എന്റെ നാവിൽ നിന്ന് കെട്ടഴിച്ചു തരണമേ, എന്റെ വാക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനു വേണ്ടി. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. ഞങ്ങളുടെ നാഥ, നീ ഞങ്ങൾക്ക് നിന്റെ പക്കൽ നിന്ന് കാരുണ്യം നൽകണമേ. ഞങ്ങളുടെ കാര്യത്തിൽ നീ ഞങ്ങൾക്ക് വഴിയൊരുക്കി തരികയും ചെയ്യണമേ. റബ്ബേ അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ. എന്റെ നാഥ, ബാഹ്യവും ആന്തരികവുമായ നല്ല പ്രവേശന മാർഗത്തിലൂടെ നീ എന്നെ പ്രവേശിപ്പിക്കുകയും ബാഹ്യവും ആന്തരവുമായ നല്ല പുറത്തേക്കുള്ള മാർഗത്തിലൂടെ നീ എന്നെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യണമേ. നിന്റെ പക്കൽ നിന്ന് എനിക്ക് ശക്തനായ ഒരു സഹായിയെ നൽകുകയും ചെയ്യണമേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എന്റെ നാഥ, അവർ രണ്ടുപേരോടും, അതായത് എന്റെ മാതാപിതാക്കളോട് നീ കാരുണ്യം ചെയ്യണമേ, എന്നെ ചെറുപ്രായത്തിൽ പോറ്റു വളർത്തിയതുപോലെ. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജഅൽ ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. എന്റെ നാഥ, നീ എനിക്ക് വിവേകജ്ഞാനം നൽകുകയും എന്നെ സുഹൃതവാന്മാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. പിൻതലമുറകളിൽ ശാശ്വതമായി നിലനിൽക്കുന്ന പ്രശംസ നീ എനിക്ക് നൽകണമേ. നീ എന്നെ സുഖാനുഭൂതിയുടെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടവനാക്കണമേ. റബ്ബേ ഇന്നീ സലംതു നഫ്സി ഫഗ്ഫിർലി. എന്റെ നാഥ, നിശ്ചയമായും ഞാൻ എന്റെ ആത്മാവിനോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, നീ എനിക്ക് പുറത്തു നൽകണമേ. റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്റെ നാഥ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രകാശത്തെ പൂർത്തീകരിച്ചു തരണമേ. ഞങ്ങൾക്ക് പുറത്തു തരണമേ. നീ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും കഴിവുള്ളവനാണ്. റബ്ബനാ മന്നാ ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റഹീമീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ വിശ്വസിച്ചു, അതിനാൽ ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ. റബ്ബനാ സലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഞങ്ങളുടെ ആത്മാക്കളോട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അഥവാ നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ ചെയ്യുകയും ചെയ്യില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതാണ്.
ربنا لا تجعلنا مع القوم الظالمين ربنا لا تجعلنا مع القوم الظالمين ഞങ്ങളുടെ നാഥ, ഞങ്ങളെ അക്രമികളായ ആളുകളിൽ ഉൾപ്പെടുത്തരുത്. رب لا تذرني فردا وأنت خير الوارثين എന്റെ നാഥ, നീ എന്നെ തനിയെ വിട്ടേച്ചു കളയരുത്. നീ അനന്തരാവകാശമെടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു. رب إما تريني ما يوعدون رب فلا تجعلني في القوم الظالمين എന്റെ നാഥ, അവർക്ക് നീ താക്കീത് നൽകപ്പെട്ട ശിക്ഷ നീ എനിക്ക് കാണിച്ചു തരുന്ന പക്ഷം ഇതൊരു അപേക്ഷയാണ്. എന്റെ നാഥ, നീ എന്നെ അക്രമിയായ ജനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ربنا وادخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم ഞങ്ങളുടെ നാഥ, നീ എല്ലാ കാര്യത്തിലും കാരുണ്യം കൊണ്ടും അറിവ് കൊണ്ടും വലയം ചെയ്തിരിക്കുന്നു. ആരാണോ തൗബ ചെയ്യുകയും നിന്റെ മാർഗത്തെ പിൻപറ്റുകയും അവർക്ക് നീ പുറത്തു കൊടുക്കണമേ, അവർക്ക് നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നാഥ, അവരെ ആ സ്ഥായിയായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ഏതൊന്നാണോ നീ അവരോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അവർക്കും ആരാണോ അവരുടെ പൂർവികരും അവരുടെ മക്കളും നന്മ സ്വായത്തമാക്കിയിട്ടുള്ളത്, നിശ്ചയമായും നീയാണ് എല്ലാവിധത്തിലുള്ള വിജയമുള്ളവനും യുക്തിജ്ഞനും. അവരെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. ആരെയാണോ തിന്മയുടെ ദുഷ്ഫലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അവരുടെ മേൽ നീ വളരെയധികം കാരുണ്യം കാണിച്ചു. ഇത് മഹത്തായ വിജയമാണ്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഞങ്ങൾക്ക് മുമ്പേ സത്യവിശ്വാസം സ്വീകരിച്ച ഞങ്ങളുടെ സഹോദരന്മാർക്കും പുറത്തു കൊടുക്കണമേ. സത്യവിശ്വാസികളുടെ നേരെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു വിദ്വേഷം ജനിപ്പിക്കരുത്. ഞങ്ങളുടെ നാഥ, തീർച്ചയായും നീ കൃപാലുവും കരുണാമയനുമാകുന്നു. رب اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات ولا تزد الظالمين إلا تبارا ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് പുറത്തു തരണമേ. എന്റെ മാതാപിതാക്കൾക്കും അവർക്കും ആരാണോ ഒരു വിശ്വാസി എന്ന നിലയിൽ എന്റെ വീട്ടിൽ പ്രവേശിച്ചിരിക്കുന്നത് എല്ലാ വിശ്വാസിയ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നീ പുറത്തു നൽകണമേ. അക്രമികളെ നീ അക്രമത്തിലല്ല മറ്റൊന്നിലും വർദ്ധിപ്പിക്കരുത്. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ഞങ്ങളുടെ നാഥ, നിന്റെ ദൂതന്മാർ മുഖേന നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെ ഖിയാമത്ത് നാളിൽ നീ അപമാനിക്കുകയും ചെയ്യരുതമേ. നിശ്ചയമായും നീ ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين നീയാണ് ഞങ്ങളുടെ സഹായി. നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഞങ്ങളോട് കരുണ ചൊരിയണമേ. നീ പുറത്തു വരുന്നവരിൽ ഏറ്റവും ഉത്തമനാണ്. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷയെ തിരിച്ചുവിടണമേ. തീർച്ചയായും അതിന്റെ ശിക്ഷ വലിയ നാശം ആണ്.
ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ഞങ്ങളുടെ നാഥ, നിശ്ചയമായി ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ. ഞങ്ങളെ നരകശിക്ഷയിൽ രക്ഷിക്കുകയും ചെയ്യണമേ. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. എന്റെ നാഥ, നീ എന്നെ നമസ്കാരം നല്ലതുപോലെ നിർവഹിക്കുന്നവനാക്കണമേ. എന്റെ സന്തതികളിൽ നിന്നും ഞങ്ങളുടെ നാഥ എന്റെ പ്രാർത്ഥന സ്വീകരിച്ചാലും ഞങ്ങളുടെ നാഥ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വിചാരണ നിലവിൽ വരുന്ന നാളിൽ പുറത്തു തരണമേ. റബ്ബേ നജീനി വഅഹ്ലി മിമ്മാ യഅമലൂൻ. എന്റെ നാഥ, എന്നെയും എന്റെ കുടുംബത്തെയും ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. റബ്ബേ ഇന്ന ഖൗമി കസബൂൻ ഫഫ്ത ബൈനി വബൈനഹും ഫതൻ വനജനി വമൻ മഅയ മിനൽ മുഅ്മിനീൻ. എന്റെ നാഥ, എന്റെ സമൂഹം എന്നെ കളവാക്കി തള്ളിയിരിക്കുന്നു. എനിക്കും അവർക്കുമിടയിൽ വ്യക്തമായ തീരുമാനം കൽപ്പിച്ചാലും എനിക്ക് മോക്ഷം നൽകിയാലും അവർക്കും ആരാണോ വിശ്വാസികളായി എന്റെ കൂടെ ഉള്ളത്. റബ്ബിൻസുർനി അലൽ ഖൗമിൽ മുഫ്സിദീൻ. എന്റെ നാഥ, ഈ അക്രമികളായിരിക്കുന്ന സമൂഹത്തിനെതിരിൽ എന്നെ സഹായിക്കണമേ. അന്നി മഗ്ലൂബുൻ ഫന്തസിർ. നിശ്ചയമായും ഞാൻ പരാജിതനാണ്, എന്നെ സഹായിച്ചാലും. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ഞങ്ങളുടെ നാഥ, ഞങ്ങൾ മറന്നുപോവുകയോ തെറ്റു ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കരുത്. ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നവരുടെ മേൽ ചുമത്തിയതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേൽ ചുമത്തരുത്. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ മേൽ ചുമത്തരുത്. ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. സത്യനിഷേധികൾക്കെതിരിൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. റബ്ബനാ അഫ്രിഖ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഞങ്ങളുടെ നാഥ, ഞങ്ങൾക്ക് നീ സഹനശക്തി ചൊരിയുകയും ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും അവിശ്വാസികൾക്കെതിരെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പാപങ്ങളെയും ഞങ്ങളുടെ കാര്യത്തിലുള്ള അമിതത്വത്തെയും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. അവിശ്വാസികളായ ജനങ്ങൾക്കെതിരെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ربنا افتح بيننا وبين قومنا بالحق وأنت خير الفاتحين. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെയും ഞങ്ങളുടെ ജനങ്ങളുടെയും ഇടയിൽ സത്യമനുസരിച്ച് നീ തീരുമാനം കൽപ്പിക്കണമേ. തീരുമാനം ചെയ്യുന്നവരിൽ നീ ഏറ്റവും ഉത്തമനാണല്ലോ. ربنا لا تجعلنا فتنة للقوم الظالمين ونجنا برحمتك من القوم الكافرين. ഞങ്ങളുടെ നാഥ, ഞങ്ങളെ അക്രമികൾക്ക് ഒരു പരീക്ഷണമാക്കരുത്. ഞങ്ങളെ നിന്റെ കാരുണ്യം കൊണ്ട് നിഷേധികളിൽ നിന്ന് സഹായിക്കണമേ. റബ്ബിൻസുർനി ബിമാ കസബൂൻ. എന്റെ നാഥ, എന്നെ സഹായിക്കണമേ, കാരണം അവർ എന്നെ കളവാക്കി തള്ളിയിരിക്കുന്നു. റബ്ബിബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്നത്തി വനജ്ജിനി മിൻ ഫിറഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിസ് സാലിമീൻ.
എന്റെ നാഥ, എനിക്ക് നിന്റെ സമക്ഷത്തിൽ ഒരു ഭവനം ഉണ്ടാക്കുകയും ഫിർഔന്റെയും അയാളുടെ പ്രവൃത്തികളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ആ അക്രമികളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. ഇനി ഹദീസിലെ ചില ദുആകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിവേദനം. ഈ ഒരു ദുആ അവിടുന്ന് ഈ ദുആ പഠിപ്പിച്ചു തന്നു: അല്ലാഹുവേ, എനിക്കെന്റെ തെറ്റുകൾ പുറത്തു തരണമേ, എന്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കണമേ, എല്ലാ കാര്യങ്ങളിലും എന്റെ അറിവില്ലായ്മ കൊണ്ടും എന്റെ അജ്ഞത കൊണ്ടും എന്റെ അബിധത്വം കൊണ്ടും ഉണ്ടായതിൽ എന്നെ നീ രക്ഷിക്കണമേ. എല്ലാ നഷ്ടങ്ങളിൽ നിന്നും എന്നേക്കാൾ കൂടുതൽ നിനക്ക് അറിവുള്ളതാണ്, നീ എനിക്ക് പുറത്തു നൽകണമേ. എന്റെ തെറ്റുകൾ പുറത്തു തരണമേ. ഞാൻ അറിഞ്ഞുകൊണ്ടും അറിയാതെയും അല്ലെങ്കിൽ തമാശ രൂപേണ ചെയ്തിട്ടുള്ള തെറ്റുകളും പുറത്തു തരണമേ. ഇതെല്ലാം എന്റെ ഉള്ളിലുണ്ട്. ആ തിന്മകൾ എന്നിൽ നിന്ന് സംഭവിച്ചു, ഇപ്പോൾ ഇനിയും സംഭവിക്കാത്തത്, അല്ലെങ്കിൽ പരോക്ഷമായ നിലയിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ തുറന്ന നിലയിൽ ഞാൻ ചെയ്തത്, അതെല്ലാം തന്നെ നീ എനിക്ക് പുറത്തു തരണമേ. നീയാണ് മുന്നോട്ട് നയിക്കുന്നവനും പിറകോട്ട് വലിക്കുന്നവനും, നീയാണ് എല്ലാ കാര്യത്തിനും പൂർണ്ണമായും കഴിവുള്ളവൻ. മറ്റൊരു ദുആ: اللهم لك أسلمت وعليك توكلت وبك آمنت وإليك أنبت وبك خصمت وإليك حكمت فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت أنت المقدم وأنت المؤخر لا إله إلا أنت. അല്ലാഹുവേ, ഞാൻ നിന്നെ സ്വയം ഏൽപ്പിക്കുന്നു, നിന്നിൽ തവക്കൽ ചെയ്യുന്നു, നിന്നിൽ വിശ്വസിക്കുന്നു, നിന്നിലേക്ക് കുനിയുന്നു, നിന്റെ സഹായത്തോടൊപ്പം എതിരാളികളോട് സംസാരിക്കുന്നു. നിന്റെ മുന്നിൽ എന്റെ കേസ് സമർപ്പിക്കുന്നു. എന്റെ രഹസ്യവും പരസ്യവുമായിട്ടുള്ള തിന്മകളെല്ലാം തന്നെ നീ പുറത്തു തരണമേ. നീ തന്നെയാണ് ആദ്യവും അന്ത്യത്തിലും ഉള്ളവൻ. നീ അല്ലാതെ മറ്റോ ആരും തന്നെ പുറത്തു നൽകുന്നവനായി ഇല്ല. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي اغفر لي فإنه لا يغفر الذنوب إلا أنت. അല്ലാഹുവേ, നീ എന്റെ നാഥനാണ്, നീ അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. നീയാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ നിന്റെ സൃഷ്ടിയാണ്. ഞാൻ നിന്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുന്നു. എത്രത്തോളം എനിക്ക് കഴിവുണ്ടോ ഞാൻ എന്റെ കർമ്മങ്ങളുടെ ഷർറിൽ നിന്ന് നിന്നോട് അഭയം ചോദിക്കുന്നു. നിന്റെ നിയമത്തുകൾ ഞാൻ എന്റെ മേൽ അംഗീകരിക്കുന്നു. എന്റെ പാപങ്ങളും ഞാൻ ഏറ്റുപറയുന്നു. എനിക്ക് പുറത്തു നൽകണമേ. നീയല്ലാതെ പാപങ്ങൾ പുറത്തു വരുന്നവനായി മറ്റാരും ഇല്ല. اللهم إني أعوذ بك من قلب لا يخشى ومن دعاء لا يسمع ومن نفس لا تشبع ومن علم لا ينفع أعوذ بك من هؤلاء الأربع. അല്ലാഹുവേ, ഞാൻ നിന്നോട് വിനയവും എളിമയും ഇല്ലാത്ത ഹൃദയത്തിൽ നിന്നും, സ്വീകരിക്കപ്പെടാത്ത ദുആയിൽ നിന്നും, തൃപ്തിയടിയാത്ത ഹൃദയത്തെ കൊണ്ടും പ്രയോജനപ്പെടാത്ത അറിവിൽ നിന്നും അഭയം ചോദിക്കുന്നു. ഈ 4 കാര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. യാ മുഖല്ലിബുൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയത്തെ മാറ്റിമറിക്കുന്നവനെ, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുവേ, ഞാൻ നിന്നോട് മാർഗദർശനവും തഖ്വയും പരിശുദ്ധിയും സ്വയാശ്രയത്വവും ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫി നൂരിഹിം വ നഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുവേ, അവർക്കെതിരിൽ നിന്നെ ഞങ്ങൾ വെക്കുന്നു, ഞങ്ങൾ അവരുടെ ഷർറിൽ നിന്ന് നിന്നോട് അഭയം ചോദിക്കുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വൽ അമൽ അല്ലദീ യുബല്ലിഗുനി ഹുബ്ബക. അല്ലാഹുമ്മ ജഅൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിൻ നഫ്സി വ അഹ്ലി വ മിനൽ മാഇൽ ബാരിദ്. അല്ലാഹുവേ,
നിന്റെ പ്രീതിയും നിന്നെ സ്നേഹിക്കുന്നവരുടെ പ്രീതിയും നിന്റെ പ്രീതിയെ പ്രാപിക്കാനുള്ള പ്രവർത്തികൾക്കുമായി ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുവേ, നിന്നോടുള്ള ഇഷ്ടം എന്നതിനേക്കാളും എന്നേക്കാളും എന്റെ കുടുംബത്തെക്കാളും തണുത്ത പാനീയത്തെക്കാളും ഏറെ ഇഷ്ടപ്പെട്ടതാക്കി മാറ്റണമേ. ഒരു ദുആ, ദീർഘമായ ദുആയാണ്. ഹദ്റത്ത് ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് അദ്ദേഹം കേൾക്കുകയുണ്ടായി, ഇപ്രകാരം ദുആ ചെയ്തുകൊണ്ട്: അല്ലാഹുവേ, ഞാൻ നിന്റെ പ്രത്യേകമായ കാരുണ്യം ചോദിക്കുന്നു. അത് മുഖേന നീ എന്റെ ഹൃദയത്തിന് മാർഗദർശനം നൽകിയാലും, എന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കിയാലും, എന്റെ ചിഹ്നിച്ചിതര പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാലും, എന്നിൽ നിന്ന് വിട്ടുപിരിഞ്ഞവരെ കൂട്ടിച്ചേർത്താലും, എന്നോട് ബന്ധപ്പെട്ടവർക്ക് നീ സൗഖ്യം നൽകിയാലും, നിന്റെ കാരുണ്യം മുഖേന എന്റെ കർമ്മങ്ങളെ പരിശുദ്ധീകരിച്ചാലും, എനിക്ക് സന്മാർഗം നൽകിയാലും, എനിക്ക് വിജയം നൽകിയാലും, ആ വിധത്തിലുള്ള പ്രത്യേക കരുണ നൽകിയാലും, എന്നെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷപ്പെടുത്തിയാലും, അല്ലാഹുവെ, എനിക്ക് അത്തരത്തിലുള്ള ഈമാനും ഇഖാനും നൽകണമേ. അതിനുശേഷം ഒരിക്കലും കുഫർ ഉണ്ടാകരുത്. അത്തരത്തിലുള്ള കാരുണ്യം നൽകിയാലും പിന്നീട് എനിക്ക് ഈ ലോകത്തും പരലോകത്തും നിന്റെ കറാമത്ത് ലഭിക്കുകയും ചെയ്യണം. എല്ലാ കാര്യത്തിലും ഞാൻ നിന്നോട് വിജയം ആഗ്രഹിക്കുന്നു. ഷഹീദുകളെ പോലുള്ള അതിഥി സൽക്കാരവും ശത്രുക്കളുടെ മേൽ വിജയ സഹായവും നിന്നോട് ആഗ്രഹിക്കുന്നു. ഞാൻ നിന്റെ ആവശ്യമായി നിന്റെ സമക്ഷത്തിൽ വന്നിരിക്കുന്നു. എന്റെ ചിന്ത മോശമാണെങ്കിൽ പോലും നിന്റെ കാരുണ്യത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുന്നവന്, ഹൃദയത്തിന് സമാധാനം നൽകുന്നവന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഏതുപോലെ സമുദ്രത്തിൽ നിന്ന് നീ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നുവോ, അതുപോലെ അഗ്നിശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ. നാശത്തിന്റെ ശബ്ദവും ഖബറിലെ ഫിത്നയിൽ നിന്നും നീ എനിക്ക് അഭയം നൽകിയാലും. എന്റെ നാഥ, എന്റെ ചിന്ത ഏതൊന്ന് കാര്യമാണ് ഞാൻ നിന്നോട് ചോദിച്ചിരിക്കുന്നത്, ആ നന്മ ഏതൊന്നിന്റെ ഉദ്ദേശം പോലും എനിക്കില്ലാത്തത്, എന്നാൽ നിന്റെ സൃഷ്ടികൾക്കാരോടെങ്കിലും നീ ഈ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ദാസന്മാർക്ക് നീ ഈ നന്മ നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതെല്ലാം തന്നെ എനിക്ക് താല്പര്യമുള്ളതാണ്. എല്ലാ ലോകങ്ങളുടെയും നാഥ, ഞാൻ നിന്റെ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ആ നന്മയെ ചോദിക്കുന്നു. അല്ലാഹുവെ, സുദൃഢമായ ബന്ധമുള്ളവനെ, സന്മാർഗത്തിന്റെ യജമാനരെ, ഖിയാമത്ത് നാളിൽ നിന്നോട് ഞാൻ സമാധാനം ചോദിക്കുന്നു. ജീവിതത്തിൽ ഞാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. നിന്റെ സമക്ഷത്തിലിരിക്കുന്ന സ്വീകാര്യരായ ആളുകൾക്കും സുജൂദും ചെയ്യുന്ന സ്വീകാര്യരായ ആളുകളോടൊപ്പവും പ്രതിജ്ഞ പൂർത്തിയാക്കുന്നവരുടെ ഒപ്പവും നീ വളരെയധികം കരുണ ചെയ്യുന്നവരും സ്നേഹിക്കുന്നവരുമാണ്. നീ ഉദ്ദേശിക്കുന്നത് നീ ചെയ്യുന്നു. അല്ലാഹുവെ, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള മേർമാർഗം നിൽക്കുന്ന ആളുകളെ നൽകണമേ. അവര് സ്വയം മാർഗഭ്രംശം സംഭവിച്ചവരും ആയിരിക്കരുത്, മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നവരും ആകരുത്. നിന്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് ഞാൻ സമാധാനത്തിൽ സന്ദേശം നൽകുന്നു. നിന്റെ ശത്രുക്കൾക്ക് ഞങ്ങൾ യുദ്ധത്തിനടയാളമാണ്. നിന്റെ സ്നേഹം തൊട്ടുകൊണ്ട് നീ സ്നേഹിക്കുന്ന എല്ലാവരോടും സ്നേഹിക്കുകയും നിന്റെ ശത്രുക്കളെ എല്ലാവരോടും ശത്രുത പുലർത്തുകയും ചെയ്യുന്നവരാണ്. അല്ലാഹുവെ, ഇത് ഞങ്ങളുടെ വിനീതമായ ദുആയാണ്. ഇത് സ്വീകരിക്കുക എന്നുള്ളത് നിന്റെ മേലാണുള്ളത്. അല്ലാഹുവെ, ഈ ദുആ നിന്നോട് ചോദിക്കുന്നു. എല്ലാവിധ വിശ്വാസവും നിന്റെ അസ്തിത്വത്തിൽ മാത്രമാണ്. അല്ലാഹുവെ, എന്റെ ഹൃദയത്തിൽ നീ പ്രകാശം നിറയ്ക്കണമേ. എന്റെ ഖബറിനെ നീ പ്രകാശമാക്കണമേ. എന്റെ മുന്നിലും പിന്നിലും പ്രകാശം നിറയ്ക്കണമേ. എന്റെ വലതും ഇടതും പ്രകാശം നിറയ്ക്കണമേ. എന്റെ മുകളിലും താഴെയും പ്രകാശം നിറയ്ക്കണമേ. എന്റെ കേൾവിശക്തിയിലും പ്രകാശം നൽകണമേ. എന്റെ കാഴ്ചശക്തിയിലും പ്രകാശം നൽകണമേ. എന്നിലും തൊലിയിലും പ്രകാശം നൽകണമേ. എന്റെ രക്തത്തിലും പ്രകാശം നൽകണമേ. എന്റെ തലച്ചോറിലും പ്രകാശം നിറയ്ക്കണമേ. എന്റെ എല്ലുകളിലും പ്രകാശം നിറയ്ക്കണമേ. എന്റെ ഹൃദയത്തിൽ പ്രകാശത്തിന് മഹത്വം ഉണ്ടാക്കണമേ. പിന്നീട് എനിക്ക് ആ പ്രകാശം നൽകുകയും ചെയ്യണമേ. എന്നെ അടിമുതൽ മുടി വരെ പ്രകാശമാക്കണമേ. പരിശുദ്ധനാണ് അവൻ. അവൻ ബഹുമാനത്തോടു കൂടി ഇരിക്കുന്നവനാണ്. പരിശുദ്ധനാണ് അവൻ. അവനല്ലാതെ മറ്റുള്ളവരുടെ പരിശുദ്ധി വിവരിക്കുക സാധ്യമല്ല. അവൻ എല്ലാ അനുഗ്രഹത്തിന്റെയും ബർക്കത്തുകളുടെ നാഥനാണ്. അവൻ എല്ലാ പ്രൗഢിയുടെയും പ്രതാപത്തിന്റെയും നാഥനാണ്. പ്രൗഢിയുടെയും പ്രതാപത്തിന്റെയും നാഥനായ അവൻ പരിശുദ്ധനാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദുആയാണ്. അവിടുന്ന്
ഒരു സഹാബിയോട് കത്തിൽ ഈ ദുആ എഴുതുകയുണ്ടായി. അറബി ദുആ ഇതാണ്: യാ മൻ ഹുവ അഹബ്ബു മിൻ കുല്ലി മഹബൂബിൻ ഇഗ്ഫിർ ലി വതുബ് അലയ്യ വദ്ഖിൽനി ഫീ ഇബാദിക്കൽ മുഖ്ലസീൻ. ചൗധരി റുസ്തം അലി സാഹിബിനാണ് ഈ ദുആ എഴുതി കൊടുത്തത്. എല്ലാ പ്രേമഭാചനത്തെക്കാളും സ്നേഹിക്കാൻ യോഗ്യനായ പ്രേമഭാചനമേ എനിക്ക് പുറത്തു വരികയും എന്നോട് കരുണ കാണിക്കുകയും നിന്റെ മുഖ്ലിസായ ദാസരിൽ എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങൾ പാപികളായ നിന്റെ ദാസരാണ്. ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളുടെ വിജയം വരിച്ചിരിക്കുകയാണ്. ആഖിറത്തിന്റെ ആപത്തുകളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യണമേ. അതിർത്ത് ഖലീഫത്തുൽ മസീഹ് അവലിന് ഒരു കത്തെഴുതുകയുണ്ട്. അതിൽ ഈ ദുആ എഴുതുകയുണ്ടായി. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണേ: എന്റെ കാരുണ്യവാനും അല്ലാഹുവേ, ഞാൻ നിന്റെ നിസ്സാര മനുഷ്യനാണ്, പാപത്തിലും അശ്രദ്ധയിലുമാണ്. നീ എന്നിൽ അക്രമത്തിൽ അക്രമം കണ്ടു, എനിക്ക് അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹം നൽകി, പാപത്തിനുമേൽ പാപം കണ്ടു, ഔദാര്യത്തിനുമേൽ ഔദാര്യം കാണിച്ചു. നീ എപ്പോഴും എന്റെ ന്യൂനതകൾ മറച്ചുവെച്ചു. അങ്ങേയറ്റത്തെ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകുകയുണ്ടായി. എപ്പോഴും നീ എന്നോട് കരുണ കാണിച്ചാലും എനിക്ക് പൂർണ്ണമായ നിലയിൽ മാപ്പ് നൽകിയാലും എനിക്ക് ദുഃഖത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് മോചനം നൽകിയാലും നീയല്ലാതെ ദുഃഖങ്ങൾ ഏറ്റുപറയുന്ന മറ്റാരുമില്ല. അള്ളാഹുവിലേം പ്രാപിക്കുന്ന ദുആ അവിടുന്ന് പഠിപ്പിക്കേണ്ടായി. റബ്ബുൽ ആലമീൻ, നിനക്ക് നന്ദി രേഖപ്പെടുത്തുക എനിക്ക് സാധ്യമല്ല. നീ അങ്ങനത്തെ കാരുണ്യവാനാണ്. നിന്റെ അനുഗ്രഹം, നിന്റെ ഔദാര്യന്റെ മേൽ അങ്ങേയറ്റത്തേതാണ്. എന്റെ പാപങ്ങൾ പുറത്തു തരണമേ, ഞാൻ നശിക്കാതിരിക്കുന്നതിന്. നിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിൽ ഇടണമേ, എനിക്ക് ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി. എന്റെ ന്യൂനതകളെ മറച്ചു വെക്കണമേ. എന്നോട് ആ വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചാലും ഏതൊന്നിലൂടെയാണ് നീ തൃപ്തനാകുന്നത്. ഞാൻ നിന്റെ മുഖത്തോട് ഈ കാര്യത്തിനോട് അഭയം ചോദിക്കുന്നു. നിന്റെ കോപം ഒരിക്കലും എന്റെ മേലുണ്ടാകരുത്. കാരുണ്യം ചെയ്താലും കാരുണ്യം ചൊരിഞ്ഞാലും ഈ ലോകത്തെയും പരലോകത്തെയും പരീക്ഷകൾ രക്ഷപ്പെടുത്തിയാലും, കാരണം എല്ലാവിധത്തിലും അനുഗ്രഹങ്ങൾ ഫളിലും നിന്റെ കൈകളിലാണുള്ളത്. ആമീൻ. പൊതുവിൽ നാം മുസ്ലിം ലോകത്തെയും ഈ ദുആയിൽ ഓർക്കേണ്ടതാണ്. അള്ളാഹു അവരിൽ ഐക്യം ഉണ്ടാക്കുമാറാകട്ടെ. അവരുടെ ഹൃദയങ്ങൾ ശിഥിലമായിരിക്കുന്നത് അത് യോജിക്കുമാറാകട്ടെ. അവരുടെ പരസ്പര ശത്രുത അവസാനിക്കട്ടെ. ശത്രുക്കൾ അവരുടെ ശത്രുതയിൽ നിന്ന് പ്രയോജനമെടുക്കുന്നത് അള്ളാഹു ശത്രുക്കൾക്ക് അവരുടെ കൈകളെ തടയുമാറാകട്ടെ. അവർ ഇസ്ലാമിന് നഷ്ടം ഉണ്ടാക്കുന്നതിൽ വിട്ടുനിൽക്കുന്നവരായി തീരട്ടെ. അള്ളാഹു എല്ലാ അഹമ്മദികളിലും സ്ത്രീകളിലും പുരുഷന്മാരിലും മിതവ്യശീലമുണ്ടാക്കട്ടെ. അവരെ എല്ലാവിധ ഷർറിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. അവർക്ക് സ്ഥിരചിത്തത പ്രദാനം ചെയ്യുമാറാകട്ടെ. എപ്പോഴും നിസാമെ ജമാഅത്തും നിസാമെ ഖിലാഫത്തുമായി ഒട്ടിച്ചേർന്ന് നിൽക്കട്ടെ. നിസാമെ ജമാഅത്തിനും ആളുകളുടെ കടമകൾ നിറവേറ്റാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഭാരവാഹികൾക്ക് അവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വഖഫെ സിന്ദഗികൾ അവര് വഖഫിന്റെ ആത്മാവോടുകൂടി ദീനീ സേവനത്തിലുള്ള തൗഫീക്ക് അവർക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സുരക്ഷിതമാക്കി വെക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ ശക്തികൾക്കും ആരാണോ മുസ്ലിങ്ങളെ ബലഹീനരാക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നത് അവരുടെ കൈകളെ തടയുകയും അവരുടെ ഷർറിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്നല്ല, അതിന്റെ ഫലമായി ലോകത്ത്, കേവലം മുസ്ലിം ലോകത്ത് മാത്രമല്ല മറിച്ച് മുഴുവൻ ലോകത്തും ഇതിന്റെ ഫലമായി ഒരു അതിഭയാനകമായ അപകടം വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു ആ നാശത്തിൽ നിന്ന്
ലോകത്തെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഷുഹദായ അഹമ്മദിയത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. അവരുടെ സന്തപ്ത കുടുംബത്തിൽ അവരെ സ്വയം അള്ളാഹു സംരക്ഷകനായി തീരട്ടെ. അസീറാനെ രാഹെ മൗല അവരുടെ പെട്ടെന്നുള്ള മോചനത്തിനുള്ള സംവിധാനം ഒരുക്കുമാറാകട്ടെ. അള്ളാഹു അവർ എല്ലാവർക്കും ആരാണോ ഏതെങ്കിലും വിധത്തിൽ പ്രയാസങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നത് ആ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് മോചനം നൽകുമാറാകട്ടെ. രോഗികൾക്ക് ഷിഫ നൽകുമാറാകട്ടെ. ആരാണോ പ്രയാസങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രീയമായ നിലയിൽ, മതപരമായ നിലയിൽ, പ്രത്യേകിച്ച് ജമാഅത്ത് അംഗങ്ങൾ വിവിധ രാജ്യങ്ങളിൽ, അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും ദൂരീകരിച്ചു തരുമാറാകട്ടെ. ശത്രുക്കളുടെ കൈകളെ അള്ളാഹു തടയുമാറാകട്ടെ. കാദിയാനിലെ ദർവേഷുകൾ, ഇപ്പോൾ കാദിയാനിലെ ദർവേഷുകൾ വളരെ കുറവാണ്. അതുപോലെ തന്നെ കാദിയാനിലുള്ളവർ ചിലർ ബുദ്ധിമുട്ടിലാണ്. പാകിസ്ഥാനിലെ ആളുകൾ, പ്രത്യേകിച്ച് റബോയിലെ ആളുകൾ, ഇവരുടെ അവസ്ഥ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഇക്കാലത്ത് അവരെ വളരെയധികം കൂടുതൽ ഞെരുക്കത്തിലേക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്കും അക്രമികളിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ. അള്ളാഹു അവരുടെ അവസ്ഥകൾ മെച്ചപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ, പാകിസ്ഥാനെ കൂടാതെ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷ പ്രദേശമുള്ള സ്ഥലങ്ങളിൽ അഹമ്മദികളുടെ മേൽ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അവരുടെ കൈകളെ തടയുമാറാകട്ടെ. അതുപോലെ തന്നെ ഇന്തോനേഷ്യയിൽ ഇതുവരേക്കും എവിടെയൊക്കെയാണ് അവർക്ക് അവസരം ലഭിക്കുന്നത് അക്രമികൾക്ക് അവർ അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും അവർ ഒരു സ്ഥലത്ത് കുറച്ച് ജമാഅത്താണ് ഉണ്ടായിരുന്നത്. അവരെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഇപ്പോൾ അവർ വീടില്ലാത്ത അവസ്ഥയിലാണുള്ളത്. അള്ളാഹു അവരെ തന്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ. ശത്രുക്കളുടെ ഷെറിൽ നിന്ന് അവരെ രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മുസ്ലിം രാജ്യങ്ങൾക്ക് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, യമനിൽ വീണ്ടും ശക്തമായ നിലയിൽ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഇറാഖിൽ, സിറിയയിൽ ഫിർക്കകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം, ഗോത്രങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം മുസ്ലിങ്ങളുടെ കഴുത്തറുത്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഇവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. ഇവർ ഏതൊരു നബിയെ വിശ്വസിക്കുന്നവരാണോ അദ്ദേഹത്തിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് ഇവർക്ക് നൽകുമാറാകട്ടെ. ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഏതൊരു മഹദിയെയും മസീഹിനെയുമാണ് അയച്ചിരിക്കുന്നത്, അദ്ദേഹത്തെ വിശ്വസിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ തെറ്റായ മാർഗത്തിൽ ചരിക്കുന്നതിൽ നിന്ന് ഇവർ രക്ഷപ്പെടുമാറാകട്ടെ. ഇവരുടെ ദുനിയാവും ആഖിബത്തും മനോഹരമായി തീരുന്നതിനു വേണ്ടി. അതുപോലെ തന്നെ അള്ളാഹു ആ എല്ലാ ആളുകളുടെയും ധനത്തിലും സമ്പത്തിലും ജീവനിലും അനുഗ്രഹം നൽകുമാറാകട്ടെ. വിവിധ പദ്ധതികളിൽ, ജമാഅത്തി ചന്തകളിൽ ധനത്യാഗം ചെയ്യുന്നവരായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരിൽ തബ്ലീഗിന്റെ കാര്യത്തിൽ ഈ കാലഘട്ടത്തിൽ MTA വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു MTA ഉദ്യോഗസ്ഥർക്ക്, വോളണ്ടിയേഴ്സിന്, സന്നദ്ധ സേവകർക്ക് അവർക്കും പ്രതിഫലം നൽകുമാറാകട്ടെ. അവർക്ക് മുമ്പത്തേക്കാൾ ഉപരിയായി സേവനം ചെയ്യാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. MTA ആഫ്രിക്കയും തബ്ലീഗിന്റെ വലിയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയതായി ആരംഭിച്ചതാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാദേശിക ആളുകളാണ്. അള്ളാഹു അവരെ അറിവിലും ഇർഫാനിലും മെച്ചപ്പെടുത്തുമാറാകട്ടെ. ഉന്നതമായ പരിപാടികൾ തയ്യാറാക്കി ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം തങ്ങളുടെ സമൂഹത്തിലേക്കും എത്തിക്കുന്നവരായി അവർ മാറട്ടെ. الحمد لله نحمده ونستعينه ونستغفره
ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.